build your base and steal from others. Hello guys, I'm here the Hey Gamer. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഗൈസ്, പാർട്ട് 8 ആണ്. അതും മാൻഷൻ ടൈക്കൂണിൻ്റെ. അപ്പോൾ ഏതായാലും പാർട്ട് 1ഉം 2 കാണാത്തവരുന്നില്ല, അതൊക്കെ കണ്ടിട്ട് ഇത് കണ്ടാൽ കുറച്ചും കൂടി ഒന്ന് വ്യക്തമായി മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. കഴിയാണ് അതൊക്കെ കണ്ടിട്ട് ഇത് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരു 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ്. ഇത് കുറച്ച് പ്രശ്നമാണ്. 48,000 റുപ്യയൊക്കെ എന്തുണ്ടാക്കാനാണ് ഗൈസ്. നമ്മൾ അണ്ടർഗ്രൗണ്ടൊക്കെ ഉണ്ട്, അറിയാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണണം കേട്ടോ. അതൊക്കെ മിസ്സാവും. ഇല്ല പുറത്തുള്ളല്ലോ കഴിഞ്ഞു വൈബ് തന്നെ. ഈ ഒരു വാളിന് വേണ്ടിയാണ് 11,000 റുപ്യ ഗൈസ്. നമുക്ക് പൈസ എടുത്തിട്ടില്ല. പൈസ എടുക്കാത്ത സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാറ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എടുക്കും മോനെ ഒരു വലിയ കാറടാ. പൈസ ഒന്നും ആയിട്ടില്ല മോനെ. ഇവിടെ നമുക്ക് ഇത് സ്പോണാക്കാം. ഇതൊക്കെ ഉണ്ടാ കാറിലേക്ക് എടുക്കണേ. ഇവിടെ നമുക്ക് ഇതും സ്പോണാക്കാം. ഇവിടെ നമുക്ക് കാറുണ്ട്, സ്പോർട്സ് കാറുണ്ട് മോനെ. ഇവിടെ കാറ് വരും, അത് വേണ്ട വെക്കലില്ല ഞാൻ. അത് ഓം പൊന്തിച്ചില്ല, മോശമായിട്ട്. ഇനി നമുക്ക് പോവാം. നമ്മൾ നല്ല മേലല്ലേ, നന്ന മേലായിട്ട് നമ്മൾ അടിയിൽ പോയി വരുമ്പോൾ കുറച്ച് ഇവിടെ പൈസ കൂടും എന്ന് വിചാരിച്ച് നമ്മൾ സ്പോർട്സ് കാർ ആയിട്ടാണ്ട് ഇറങ്ങിയിട്ടുണ്ടോ ഗൈസ്. ഇവിടെ ഒരു മാൻഷൻ ഉണ്ട്. നമ്മളെത്രക്കും അയക്കണം നോക്കിയിട്ട് കേട്ടോ. ഹലോ മിൽക്ക മാൻഷനിലോട്ട് ഏവർക്കും സ്വാഗതം. അതായത് നമ്മളത്രയൊന്നും ആയില്ല, വേണ്ട അണ്ടർഗ്രൗണ്ട് ഇല്ല. നമുക്ക് ഇവള് വണ്ടി കയറുക അറിയാം. വണ്ടി കയറി നോക്കുമ്പോ ഇനി അവർക്ക് വണ്ടി ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ സ്പോർട്സ് കാർ ഒന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. വെയിറ്റ് ചെയ്താല് അതാ ബിള് കയറി നോക്കാം. പോവല്ലോ. ഗെറ്റ് ഇൻ ദ കാർ. ഞാൻ ഇവിടുന്ന് വിളിച്ച് കൂൺ പിന്നെ ആർക്കും വേണ്ടിയാ. ഞാൻ ഇവിടുന്ന് വിളിച്ചു കൂണ് ഓളെ കേറുന്നു. ഗെറ്റ് ഇൻ ദ കാർ. കാർ കയറടി. ഞാൻ ഇപ്പൊ കയറാനുള്ള എളുപ്പത്തിൽ വെച്ചിക്കണേ. ഓളില്ല പറഞ്ഞു കേസ്. ഞാൻ എന്തായാലും പോവാം. ഇല്ല പറഞ്ഞിട്ടുമില്ല, നേരെ കയറണമില്ല. അപ്പൊ നമ്മള് പോവാണ്. പുല്ല് വളർത്താൻ കാണില്ല കേസ്. എന്തായാലും നമ്മൾ റിട്ടേൺ വരുമ്പോൾ ഒരു 40,000 ഒരു 100,000 ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് എത്ര റുപ്യൊക്കെ വാങ്ങിയത്? 200,000 അല്ലേ? അങ്ങനെ പറഞ്ഞൂടാ. നമുക്ക് പോവാം. നമ്മൾ അടിയിലേക്ക് പോകണം. വഴിയൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആ വഴിയിലൂടെ തന്നെ പോകാം. അല്ലേ ഗൈസ്. രാത്രി ഇപ്പൊ വൈകുന്നേരം കേട്ടോ. മൂണുണ്ട്, സൂര്യനുണ്ട്. ഏതാ വൈബ്. ഇവനൊക്കെ നമ്മളപ്പം കയറും. ഇവനൊക്കെ നമ്മളാളാ. ഇവനാണിത്, അല്ലാതെ ഇവളല്ല. അതുകൊണ്ട് ഇവനെ ഉറപ്പായിട്ടും കയറിയിരിക്കും, എൻ്റെ വാക്ക. പക്ഷെ ഓൻ പറഞ്ഞ് ഞാൻ ഇല്ലടാ കളിക്കാൻ. അപ്പോൾ നമ്മൾ അടപ്പടലും മൂഞ്ചി പോലെ നമ്മൾ ഇങ്ങോട്ട് വന്നു. ആ ടൈമിലാണ് ഞാൻ ഇവനെ കണ്ടത്. അപ്പോൾ ഇവനോട് ഞാൻ കയറാൻ പറഞ്ഞു.
ഇപ്പം നമ്മളെ ഒപ്പം എത്തിക്കണമെന്ന് തന്നെ എൻ്റെ ഊഹം. ഞാൻ നോക്കട്ടെ കേട്ടോ. ഇപ്പം നമ്മളപ്പോൾ ഒന്നും എത്തിയില്ല. ഇവിടെ ഓടുന്നു. ഇവിടെ വെയിറ്റ് ചെയ്താൽ എന്തായാലും ഇങ്ങോട്ട് വരാക്കൂല. അതുകൊണ്ടാ പറഞ്ഞേ ഒന്നും കൂടി ഗെറ്റ് ഇൻ ദ കാർ. സ്പേസ് ഇടാൻ മറന്നു. ഒക്കെ പ്രശ്നമാണ്. ഓൻ വരുമ്പോൾ വിട്ടാ പോരെ, എനിക്ക് ലാഭായി. വരിക അടിയുള്ള പണി കഴിഞ്ഞോണ്ടില്ലേ, മേലെ പണിത്തോണ്ടിരിക്കല്ലേ. ഒരു കാർ സ്പോണറേ ഉള്ളൂ അല്ലേ, പാവണം. സ്പോർട്സ് കാറൊക്കെയാണ്. അന്നൊക്കെ എൻ്റെ കയ്യോ അറിയില്ല, അങ്ങനത്തെ ലൊട്ടകളൊക്കെ കയറ്റാറില്ല വെറുതെ. ബൗളിംഗ് സെറ്റപ്പൊക്കെ കഴിഞ്ഞാണല്ലോ. മൂന്നാമത്തെ ഫ്ലോർ എടുത്തിട്ടില്ല, പണി എടുത്തോണ്ടിരിക്കുകയാണ്. ഇതും വരാണല്ലോ. ഇതും ഇവളാണ്. നമുക്ക് നോക്കാം ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്. ഓളും വില വരുന്നില്ല. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓള് കളിക്കുന്നില്ല. ഫോൺ അവിടെ വെച്ചിട്ട് എടുക്കാൻ പോയതാണ്. നമുക്കതൊന്നും വിഷയമല്ല. നമ്മൾ കയറിട്ട് പോവാ. പിന്നെ ഓളും കാത്തുക്കല്ലേ. ഈ ആൾക്കാരെ കാത്തു നമ്മൾ ഓരോ ചതിക്കുക. എങ്ങനെ വെച്ചാൽ നമ്മൾ വണ്ടി നിർത്തൂല, ഓരോ പേരെ ഞാൻ ആക്കി കൊടുക്കൂല റിട്ടേൺ. മനസ്സിലായോ? നല്ലൊരു ക്രേസി കാറ്റ് ബുക്ക്. അപ്പോൾ ഇതൊരു ആണാകാൻ സാധ്യത. പെണ്ണ് കയറി 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 കയറി. ആകെ 2 ക്ലാസ് തരുള്ളൂ, വേണമെങ്കിൽ കയറിക്കോ. ഇടാനുള്ള സമയമില്ലല്ലോ ഗേറ്റിൻ്റെ കാറിന്. ഓള് പോയി. നമുക്ക് കണ്ടു പോവാം. ഇവർക്ക് കാർ സ്പോണർ പോയിട്ട് ഗ്യാരേജ് പോലും ഇല്ല. എങ്ങനെയാണോ കയ്യിൽ ഇതാണോ മോനെ എൻ്റെ വാക്ക്. ഇപ്പം തന്നെ ടൈപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ വരുമ്പോൾ കിട്ടും. ഗെറ്റ് ഇൻ ദ കാർ. ഇറങ്ങി നമ്മൾ പെരക്ക് ഉള്ളിലേക്ക് കയറാൻ പോട്ടെ. മാൻഷൻ്റെ അടിഭാഗം കഴിഞ്ഞുകൊണ്ടുള്ളതോ മേൽക്ക് പോയത്. മേൽഭാഗം എന്താ നമുക്ക് നോക്കാം. ഓൻ ഇവിടെ ഒന്നും ഇല്ല, കാണാനില്ല ഓനിവിടുന്ന്. നമുക്ക് നേരം അങ്ങോട്ട് പോകുന്ന. ഒരു പൊട്ടനല്ല ഞാൻ. ഇവനൊക്കെ എന്താ പറയാ? എത്ര പെർസെൻറ്റേജ് ആയി നമ്മുടെ മാൻഷൻ? 87% ആയിട്ടുണ്ട് നമ്മുടെ മാൻഷൻ. നമ്മൾക്ക് വേറെ ട്രോപ്പിക്കൽ മാൻഷൻ അത് ഉണ്ടാക്കാൻ സാധ്യതയില്ല. ഇത് മോഡേൺ ആണ്. ട്രോപ്പിക്കൽ ഒരു ലോഡ് ഉണ്ടാവും. അപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്നും മാൻഷൻസ് ഉണ്ടാവില്ല. നമ്മള് എവിടെ ചോദിച്ച മട്ടാഞ്ചേരി മട്ടാഞ്ചേരി നമ്മൾ മൊത്തം വലതാണ് എടുക്കുന്നത്. അപ്പോൾ റിട്ടേൺ വരുമ്പോൾ മൊത്തം ഇടതാവ് നമുക്ക് എടുക്കാണ്ട് ഓർത്ത് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് പെടും. രണ്ട് വഴിയുണ്ടോ നമ്മൾ അവിടെ നിന്ന് വലുതായിരിക്കും. ബിക്കോസ് നമുക്ക് വരുമ്പോൾ ഇടത് മാത്രം എടുത്താൽ മതിയല്ലോ. അങ്ങനെ എഴുതുന്നുണ്ട്. നമ്മളൊരു ലോഡ് പോയ വെച്ചാൽ ലോഡ് പോയി. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ പോകണം. ഇപ്പം ഇങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ വലതെടുക്കരുത്, ഇടതെടുക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഈ വഴി കൂടെ വന്ന് ഇതാണ് എൻ്റെ നാക്ക്. ഇവിടെ എത്തി. എന്നാൽ പിന്നെ നമുക്ക് വഴി അറിയാലോ. അയ്യോ, നമുക്ക്
വീഡിയോ ലെങ്ത് ഒന്നും കൂട്ടണ്ട. അപ്പോൾ ലെങ്ത് കൂടിയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പോകാം. നല്ല പൈസ അവിടെ ഉണ്ടാവും. 100 km/h തുടങ്ങുന്നത്. എല്ലാം കഴിഞ്ഞു. ഈ ഏരിയയിൽ നമ്മളെ വരെ കേട്ടോ, മീൻസ് നമ്മൾ മാൻഷൻ കാണും. പിന്നെ വണ്ടി കയറണം. പിന്നെ വണ്ടി കയറാം. മുമ്പെടുത്തല്ലോ അവിടെ കേരടാ പൊട്ടാ. ഞാൻ എന്ത് പരിപാടി അങ്ങനെയാണ് ഇവിടെ നിന്നിട്ട് അടിച്ച സ്പീഡിലാക്കാം. ഞാൻ കാണിച്ചിട്ടുള്ളൂ ഇവനെങ്ങനെ വണ്ടി കയറ്റി നോക്കാം. ഇതടച്ച ഞാൻ ഇപ്പം കാണിച്ചു തരാം. ബ്രോ അവിടെ നിക്കണി, അവിടെ നിക്കടാ. അവിടെ കണ്ടാവും വന്നിരിക്കും. കണ്ടാട്ടോ കാണൂല എളുപ്പമില്ല. ചാറ്റ് അൺലോക്ക് ആക്കി ഉണ്ടാവില്ല. എടാ പൊട്ടാ ഒന്ന് വാടാ. ഏതാ ഇതൊന്നും വരില്ല. നമുക്ക് നമ്മളവിടെ പൈസ ഉണ്ടാവും. നമുക്ക് എൻ്റെ മാൻഷൻ്റെ ലുക്ക് കാണിച്ചിട്ട് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് മാൻഷൻ എന്നൊക്കെ. അതിനും വേണ്ടിയാണോ അപ്പോൾ വന്നില്ല. ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, നമ്മൾ പോവും. നമുക്ക് പോകാൻ ആവശ്യമില്ല. ഇവിടെ ഉണ്ടാവും കളിക്കാത്തൊരാൾ. ഓക്കെ, ഇരിക്കി ഇവിടെ കളിക്കുന്ന ആളാട്ടോ. ഹലോ, പോയില്ല, പറയട് വരില്ല. നമുക്ക് എന്തായാലും പോവാം. ഇവള് ചിലപ്പോൾ കയറും. ഇവളിപ്പോൾ കളിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും കളിക്കണ്ടല്ലോ, കളിക്കലാവുള്ളൂ. നമുക്ക് എന്തായാലും സ്പീഡിൽ പോവാം. എത്ര പൈസ ഉണ്ടാവും? എന്തായാലും ഒരു 100,000 കടന്നുണ്ടാവും. ചമ്മാതിരി നേരെ നമ്മൾ ലാഗടിച്ചു. നമ്മൾ ഇവിടെ പൈസ കൂടിയിരിക്കണം. നമുക്ക് ഉറപ്പുണ്ട്, 100% ഷുവറാണ്. ഇതൊന്നും നമ്മളെ മാൻഷനല്ല. മാൻഷനത്തിൽ ഒക്കട മാൻഷനൊന്നുമില്ല. ആ കാണുന്ന മാൻഷനാണ് നമ്മുടെ മാൻഷൻ. മേലൊക്കെ എന്തെങ്കിലും വർക്കുണ്ട്. 349,000 രൂപ. ടർബോ കാറ് വാങ്ങണം മോനെ, വാങ്ങണോ? പക്ഷെ നമ്മളൊന്നും വാങ്ങൂല. വേടാ പൈസ കണ്ടു വേടാ. പൈസ വിഷയമില്ലപ്പോ. എത്രയെന്ന് വെച്ചിട്ടാ? 349,000 ഉണ്ട്. ആണെങ്കിൽ ഇപ്പോൾ ഒരു ടർബോ കാർ വാങ്ങി വെക്കാം. പക്ഷെ കാർ സ്പോണറില്ല. അത് വാങ്ങുമ്പോൾ നല്ല പൈസ പോകും. അതുകൊണ്ട് നമ്മൾ 264,000 മീൻസ് 100,000 ഉണ്ടാവില്ലേ? ഇല്ല, 100,000 പോലും ഉണ്ടാവില്ല കാർ സ്പോണർ വാങ്ങിയാൽ. ഇറ്റ്സ് എ ഗുഡ് വൺ. ആ ഡോറൊക്കെ തുറന്നു കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ അടിയിക്കാണ്. നല്ല പൈസ നോക്കളെ. മൊത്തം റെഡിയാക്കി വിളി. ടേബിള്, കാർപ്പറ്റ് ഇതൊക്കെ നമ്മൾ വെക്കും. എല്ലാം വെക്കും. കാരണം ചിലപ്പോൾ പൈസയിലൊക്കെ എടുക്കണേ വീശി എറിയാൻ അത്രയും പൈസ ഉണ്ടെങ്കിലേ നിങ്ങൾ വിചാരിച്ച മാതിരി അല്ല. ഇപ്പം ഞാൻ ഐ ആം റിച്ച്. പൈസ ഉണ്ട്. ഞങ്ങൾ ഇതൊക്കെ വെക്കാനുള്ള പൈസ എൻ്റെ ഒക്കെ ഉണ്ട്. ആണെങ്കിൽ പേടിച്ചണ്ട. ഞാൻ അത്രക്കും നേരം കാറിലേനു. പൈസ ഇപ്പം തീരും കേട്ടോ. അത് വേറെ കാര്യം. ഇവിടെ എന്താ കാര്യം ഇങ്ങനെ ഒരു സെറ്റപ്പ്? ഞാൻ ഒട്ടും വിചാരിക്കാത്ത രീതിയിലുള്ളൊരു സെറ്റപ്പാണ് ഞാൻ ഇവിടെ കാണുന്നത്. ആദ്യം ബോളൊക്കെ വെച്ചിട്ട് എന്നിട്ട് ബാക്കി ഇതൊക്കെ കൂടി എത്ര പൈസ ആണ്? നമുക്ക് അവിടെ ചെയ്യാം. ചെറിയ ചെറിയ പൈസക്കുള്ള ചെയ്യാം. ഫസ്റ്റ് 36,000 ഉറുപ്പിക ഉണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത് തന്നെയാണ് ചെയ്തത്. ഓ വൈബ്. ഇവിടെ എന്താ സംഭവം? ആർക്കേഡ് മെഷീനാണ് ഇവിടെ. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ തൂക്കാൻ പോകട്ടോ. മീൻസ് അണ്ടർഗ്രൗണ്ട് നമ്മൾ തൂക്കും. അമ്മാതിരി സെറ്റപ്പല്ല ഇവിടെ നടക്കണേ. പൊളി ഗൈസ്.
വിളിക്കും നമ്മൾ. ഇനി നമ്മളൊരു ട്രിപ്പിന് കൊണ്ടുവരില്ല എങ്ങനെയാണ് പൈസ ഇല്ലെങ്കിൽ ആക്കാൻ മതി. 10 രൂപ പോവാം. കാറൊന്നും ഇനി വാങ്ങണ്ട, പിന്നെ എനിക്ക് വട്ടില്ല. 91% നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് മാൻഷൻ്റെ ലൈറ്റ് ഓൺ. ഇതൊക്കെ നമ്മുടെ തിയേറ്റർ സെറ്റപ്പ് റൂമാണ്. എനിക്ക് ഇവിടെ ഇരുന്നാലേ കാണാം ഒരു റൂം ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് കിടിലം പടം. ഞാൻ ഇപ്പോൾ ഏതാ കണ്ട് വെച്ച സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയ്സ് ആവട്ടെ. അപ്പോൾ കണ്ട് കിടിലം ഒന്നും പറയാനില്ല, പോയി. ബ്രാൻഡ് ന്യൂ ഡേയ്സ് എത്രക്കുണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പൊളി പോണം, തള്ളി വിട്ടേക്കാം. 26,000 ഉള്ളൂ ആർക്കേഡിനൊക്കെ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലുള്ള ചെയ്താൽ പൈസ മൊത്തം അറിയാലോ. അപ്പോൾ നമ്മൾ വീണ്ടും പൈസ കാണും. അതാണ് നല്ല. ഏറ്റവും കൂടുതൽ ചെയ്താൽ അതാണ്ട് കഴിഞ്ഞല്ലോ. എന്താ ഞാൻ ചെയ്തത്? ഏറ്റവും കൂടുതൽ 48,000 എന്തോ ചെയ്ത് അതന്നെ. ഈ 40,000 രൂപേൻ്റെ ബീൻ ബാഗ് അതാണ് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ വണ്ടി എടുക്കണം. എന്തിന്? പൈസ ഇല്ല മോനെ, പൈസ ഇല്ല മോനെ, പൈസ ഇല്ല മോനെ. കണ്ട ഈ ഒരു 30,000 വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പോവാട്ടാ. 20,000 ഉണ്ട് ഉണ്ടെങ്കിൽ വേറെ കാര്യം. റിട്ടേൺ വരുമ്പോൾ നല്ല സ്ലോ ആക്കി വേണ്ട ഇവിടെ പുതിയാണ് നമ്മൾ ശരിയാക്കിക്കോളാം. ഓൻ അങ്ങനെ കയറ്റണം നമുക്ക് അറിയാലോ. ഒന്നും കൂടി നമ്മൾ ഗെറ്റ് ഇൻ ദ കാർ, ഗെറ്റ് ഇൻ ദ കാർ. നമ്മൾ ചാറ്റ് ചെയ്ത് വിടണില്ല. എന്തിനാ ചോൻ്റെ മുമ്പ് നമ്മളോട് വിടും. വൈബായില്ലേ? എന്തായാലും 3ാമത്തെ ഫ്ലോറിൽ പണിയിട്ടുണ്ടാവും. മോനെ എനിക്കറിയാം. നമുക്കെന്തായാലും അവൻ്റെ മാൻഷനും കൂടി ഒന്ന് കാണാമല്ലോ. അങ്ങനത്തെ രീതിയിൽ വന്നപ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത്. ഇവിടെ യാഗവനില്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ്റെ വീട്ടിൽ അണ്ടർഗ്രൗണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇന്ന്. ഇല്ലേ? അറിയാലോ, നമ്മളാളല്ലേ. നമ്മളിങ്ങനെ ഇറങ്ങിയപ്പോഴോ അവിടേക്ക് പോയിണ്ടാവും. എനിക്ക് ഡൗട്ട് അടിച്ചു എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോഴോ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു. നമ്മളെ റൂമിൽ ഇനി എന്താണ് വരേണ്ടതെന്ന് നിങ്ങൾക്ക് വരെ ഡൗട്ടാണെന്ന് എനിക്കറിയാം. ഗൈസ് കണ്ടില്ലേ? അതാണ് വരാൻ പോകുന്നത്. ജിമ്മൊക്കെ ഉണ്ട് ഗൈസ്. വെറുതെ ഒരു കോണി. എന്നിട്ട് ഇബനവിടെ, അതാണ് ഞാൻ നോക്കണേ. എൻ്റെ വീടിന് പുറത്ത് പോകണ്ടേ? എന്നിട്ട് ഇബനവിടെ, അതൊന്ന് കാണിച്ചു തരും. ഇബനെ കാണിച്ചാൽ എനിക്ക് ഹെൽപ്പായിരുന്നു. കംപ്ലീറ്റ് ആയ മാൻഷൻ എപ്പോഴും അവിടെ ഉണ്ടാവും. അതങ്ങനെയാണ് ഗൈസ്. നമുക്ക് ഇനി വേറെ ആൾക്കാരുടെ അടുത്ത് പോയേക്കാം. ജിമ്മൊക്കെ കണ്ടിട്ടാ വരുന്നത്. എല്ലാവരും റെഡി ആയിക്കോ, നമ്മൾ ജിമ്മ് ചെയ്യാനുള്ള ചെക്കൻ മസിലാനാവും. മാർക്കിട്ടോപ്പം ഇബനെ നോക്കാം. ഹലോ മാർക്കോപ്പ് മോനെ. അണ്ടർഗ്രൗണ്ടിൽ പണി കൊണ്ടുപോകണം നമുക്ക് ഉറപ്പാണ്. എല്ലാവർക്കും ഇപ്പോൾ അണ്ടർഗ്രൗണ്ടൊക്കെ സെറ്റ് ആടാ. നമുക്ക് ആപ്പ് ഊപ്പ സെറ്റപ്പ് ഒന്നുമില്ല ഇവിടെ. ഇവിടെയല്ലോ ആയിട്ടോ. ഇങ്ങനെ സ്ഥലമുണ്ടല്ലോ. ബ്രോ ഗ്രേറ്റ് വ്യൂ. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടോ? സംഭവം കിട്ടില്ലേ? നമ്മളെ മാൻഷൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ ഏകദേശം മനസ്സിലാക്കണേ. നമുക്ക് പോവാം. ഇവൻ്റെ മാൻഷൻ ഇത് മൊത്തം കഴിഞ്ഞാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവനും ഇവിടെ കാണാനില്ല. ഇത്ര ആരും ഇല്ലാത്തത്. ഡ്രൈവ് ചെയ്യാം. നമുക്ക് പോവാം. ഇങ്ങനത്തെ ആ പൂപ്പ് സെറ്റപ്പ് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ പോവാണ്. നല്ല പൈസ ഉണ്ടാവും. ഇനി നമ്മൾ പൈസ എടുക്കില്ല. ലാസ്റ്റ് ടൈമാണ് ഇനി നമ്മൾ പൈസ എടുക്കുള്ളൂ. വീഡിയോ അതിൻ്റെ ഇപ്പോൾ ലെങ്ത്ത് കൂടിയുണ്ട്.
ഞങ്ങൾ വീട്ടിൽ പോകാം. കാരണം വെച്ചാൽ നല്ല പൈസ ഉണ്ടാവും. നല്ലതെന്ന് പറഞ്ഞാൽ 149,000 ആ പൈസ ഉണ്ടാവില്ല. അത് നല്ല പൈസ. നല്ലൊരു വിശ്വാസത്തിൽ ഞാൻ പോവാണ്. തുടങ്ങി പിന്നെയും ഇതൊക്കെ ഒന്നും വയ്യല്ലേ. അപ്പോൾ വീഡിയോ എൻ്റെ ഒപ്പം കേട്ടോ. കുറച്ചേരം കൂടെ ഉള്ളൂ. പാർട്ട് 9 ആവും മിക്കവാറും ബാക്കി. അല്ലെങ്കിൽ ഫൈനൽ പാർട്ട് വരെ പാർട്ട് 9 ആവാനും സാധ്യതയുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഗൈസ് ജസ്റ്റ് മിസ്. പ്രൊഫഷണൽ ഡ്രൈവറായ ഞാനാണല്ലോ ഓടിക്കുന്നത്. പിന്നെ ഇങ്ങനെ തട്ടുക. 50,000 നമ്മൾക്ക് ഇപ്പോൾ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ്. ഈ ഒരു എക്സ്പീരിയൻസിൽ പോയാൽ ഏറ്റവും ചിലതൊക്കെ കത്തുള്ളൂ. ഇതൊക്കെ കത്തും. ഇതും കത്തുന്നില്ലേ? എന്തിനു വാങ്ങിച്ചിട്ട് ഇവിടെ ലേറ്റ് വൈബായി. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. 100,000 191,000 ഉണ്ട്. നമ്മൾ അണ്ടർഗ്രൗണ്ട് മൊത്തം ഈ പൈസ ശരിയാക്കാൻ ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. കാരണം എന്താ വെച്ചാൽ ആർക്കേഡ് റൂമിൽ കുറേ ഉണ്ട്. ഒരു ലോഡ് ഉണ്ടണേ 40,000 ഒന്നിന് പോകുന്നുണ്ട്. എന്തിനൊക്കെയാണ് ഇവിടെ നിന്നാണ് ആ റൂം തുറക്കാൻ ഞാൻ പറഞ്ഞ ഇവിടെ ജിമ്മൊക്കെ വരാണ്ട് കേട്ടോ. ബീൻ ബാഗ് ഉണ്ട് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പൈസ പറഞ്ഞാൽ ഡാൻസ് മെഷീനാണ്. ഡാൻസ് കളിച്ചാൽ ഡാൻസ് മെഷീൻ പറഞ്ഞിട്ട് ഇപ്പം ഡാൻസ് കളിക്കുന്നില്ല അവിടെ നിന്നാണ്. ആർക്കേഡ് മെഷീനും വെച്ച് 2-3 ആർക്കേഡ് മെഷീൻ നമ്മൾ വെക്കും. ഒരു സുഖം. ഇത് പറഞ്ഞാൽ ഒരു വൈബ് റൂം അത്രേ ഉള്ളൂ. ചില്ലടാ ചില്ല എന്നൊക്കെ പറഞ്ഞാൽ കിടലം റൂം. പക്ഷെ നമുക്ക് ഒരു വട്ടം കൂടെ പൈസ എടുക്കും കേട്ടോ. നല്ല വേണം. കാരണം ആ ഫ്ലോറും ഒക്കെ സെറ്റാക്കാം. ഞങ്ങള് പോവാണ്. 85,000 ഉള്ളൂ. ഇവിടെ ഉണ്ട് ഒരു 100,000 അങ്ങോട്ട് പോയാൽ ശരിയാവില്ല മോൻ. എനിക്ക് ഉറപ്പാണ്. 4,000 5,000 ചെറുത്താം. 9,000 കൂടി മതി. 9,000 7,000 7,000 6,000 5,000 പെട്ടെന്ന് അവിടെ 5,000 പെട്ടെന്ന് 4,000 മതി. അല്ല 3,000 മതി. 2,000 മതി. 1,000 മതി. പോവാ 100,000 മതിടാ. 65,000 വേണം ആ ഫ്ലോറിന്. ഇപ്പോൾ തന്നെ ജിമ്മിനൊക്കെയുള്ള പൈസ ആലോചിച്ചൊക്കെ ചെയ്യും. 65,000 വേണം ഫ്ലോറിന്. അതിൽ പോയൊരു ലോഡ്. പിന്നെ 40,000 ബാക്കി ഉണ്ടാവുള്ളൂ. ആ 40,000 രൂപയ്ക്ക് എന്ത് കാട്ടാന്ന് വെച്ചാൽ എനിക്ക് കുറയ്ക്കാം. ഇവിടെ ഒരു ഡൈനിങ് സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഞാൻ കണ്ട്. ബാക്കിയുള്ളവർ മാൻഷനിലെ ഞാനെല്ലാം കണ്ടു. സാധനം ഓ നമുക്ക് അപ്പുറത്തെ റൂമിൽ കാണാം അല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോ അതിൻ്റെ ഒപ്പം ഒക്കെ ഉണ്ട് ഗൈസ്. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ലൈക്കിൻ്റെ ടാർഗറ്റ് പറഞ്ഞാൽ എത്രയാണെന്ന് വെച്ചാൽ 10 എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. 300 ആണ്. ഇപ്പോഴും 300 ആയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ വീഡിയോസ് വേണം, ഇനി എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ്. ടാറ്റാ.